കുറ്റ്യാടി മണ്ഡലമാണ് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി മണ്ഡലമാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ 8 ലോക്കൽ ബോഡി ചേർന്ന് 8 പഞ്ചായത്തുകൾ ചേർന്നാണ് കുറ്റ്യാടി മണ്ഡലം. അതിന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ടെന്ന് വെച്ചാൽ ടൈറ്റാണ് UDF LDF തമ്മിൽ. എങ്കിലും UDF ചെറിയ മാർജിനായിട്ട് ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. 45% വോട്ട്, 76,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. LDF 71,000 വോട്ട്, 5,000 വോട്ട് വ്യത്യാസമേ ഉള്ളൂ. NDA 11,000 വോട്ടുണ്ട്, അതേഴ്സ് 10,000 വോട്ടുണ്ട്. മെമ്പർമാർ നോക്കിയാൽ UDF 81 മെമ്പർമാർ, LDF 68, അതേഴ്സ് 2. BJPക്ക് ഇതൊരു മെമ്പർ പോലും ഈ മണ്ഡലത്തിലില്ല. വീണ്ടും അങ്ങനെ കാണുന്നത് രണ്ടാമത്തെ മണ്ഡലമാണ് ടോട്ടൽ മണ്ഡലം അനലൈസ് ചെയ്യുമ്പോൾ. ഒരു മെമ്പർ പോലും ഒരു വാർഡിലും ജയിപ്പിക്കാൻ പറ്റിയില്ലേ അത് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് അത് കൺസിഡർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ട്രെൻഡുകൾ നോക്കാം, ഹിസ്റ്ററി നോക്കാം. കുറ്റ്യാടി മണ്ഡലത്തിൽ 2011 LDF CPM ജയിച്ച മണ്ഡലമാണ്. 2016 അത് ലീഗ് CPM തിരിച്ചെടുക്കുകയാണ് ചെയ്തത്. അത് 2021 ആയപ്പോൾ CPM അത് തിരിച്ചെടുക്കുകയാണ് വീണ്ടും ലീഗിൻ്റെ. ഇതെല്ലാം ചെറിയ മാർജിനേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് 2011 നോക്കാം, 7,000 വോട്ടിന് മാർജിൻ CPM ജയിച്ചത്. ലീഗ് ജയിച്ചപ്പോൾ ആകെ 1,200 വോട്ടിന് ജയിച്ചു. 21 ഇതില് CPM തിരിച്ചെടുത്തു. അതിലും 1000 താഴെ വോട്ടിന്റെ മാർജിനിലാണ്. അപ്പൊ തുല്യശക്തികളാണ് അവിടെ. CPM സിറ്റിംഗ് MLA ആണ് മത്സരിക്കുന്നത്, കുഞ്ഞഹമ്മദ് കുട്ടി. ലീഗിന്റെ പാറക്കൽ അബ്ദുള്ള, അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ തവണ മത്സരിച്ച് ചെറിയ വോട്ടിനാണ് തോറ്റത്. BJP രാംദാസ് മല്ലേലി, അപ്പൊ അദ്ദേഹം ആണ് മത്സരിക്കുന്നത്. ഓക്കെ, അത് 2014 തിരിച്ചെടുത്തപ്പോൾ പാറക്കൽ അബ്ദുള്ള ആയിരുന്നു ജയിച്ചത്. അദ്ദേഹം കഴിഞ്ഞ തവണ തോറ്റ് ഒന്നുകൂടെ മത്സരിക്കുകയാണ്. അപ്പം അപ്പോഴത്തെ കണ്ടീഷൻ നോക്കുവാണെങ്കിൽ ഭരണവിരുദ്ധത ഉള്ളതുകൊണ്ട് LDFന്റെ ക്യാമ്പിൽ നിന്ന് വോട്ട് കുറയും. ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണ വോട്ട് UDFിലോട്ട് പോരുന്നുണ്ട്, ട്രെൻഡുണ്ട്. അപ്പം അങ്ങനെ ഒരേ ക്യാൻഡിഡേറ്റ് കഴിഞ്ഞ തവണ 1000 താഴെ വോട്ടിന് തോറ്റതേ ഉള്ളൂ. അപ്പം ഇത്തവണ പക്ഷേ അത് നേരെ തിരിയും. ഇത് ലീഗ് തിരിച്ചു പിടിക്കും. ഞാൻ കുറ്റ്യാടി UDF എടുക്കുമെന്നാണ് എൻ്റെ അനാലിസിസ്.